ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവനം സുരൂപിപ്പാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ഭേദഭാഗം വായിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരെയും പരീശന്മാരെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ചിന്തിച്ചിരുന്ന വിഷയത്തെ മാറ്റിയിട്ട് ഇന്ന് രാവിലെ തികച്ചും അല്പസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ തികച്ചും വ്യത്യസ്തമായ ചില ചിന്തകൾ എൻ്റെ അന്തരംഗത്തിൽ കടന്നു വന്നു. അല്ലെങ്കിൽ നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ, നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? പരസ്പര വിരുദ്ധമല്ലേ രണ്ടും? നാം എവിടേക്ക് പോവുകയാണ്? നാം എന്ത് വിശ്വസിക്കുന്നു? യേശുക്രിസ്തുവിന്റെ ഉപദേശം കൊണ്ട് നാടെങ്ങും നിറഞ്ഞു കാണാൻ നാം ആഗ്രഹിക്കുന്നു. എവിടെ നോക്കിയാലും സുവിശേഷ പ്രസംഗം വേണ്ടാന്ന് പറയുന്നില്ല, അത്യാവശ്യമാണ്. പക്ഷേ ഏതെല്ലാം മാർഗങ്ങളിൽ കൂടെ കർത്താവായ യേശുവിനെ പ്രസംഗിക്കാമോ അതിനെല്ലാം നാം ഒരുങ്ങുന്നു. തികച്ചും ആവശ്യമാണ്, ഒന്നും കുറയ്ക്കാൻ ഞാൻ പറയില്ല. ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ അനേകം മടങ്ങായിരിക്കണം അത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നാം പറയുന്നത് നാം തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഈ ബന്ധത്തിൽ 2-3 ചോദ്യങ്ങൾ എൻ്റെ അന്തരംഗത്തിൽ പൊങ്ങി വന്നു. അല്ലെങ്കിൽ എൻ്റെ അന്തരാത്മാവിനോട് ദൈവാത്മാവ് തന്നെ ചോദിക്കുന്ന രീതിയിൽ അത് അനുഭവപ്പെട്ടു. അതിന് മുൻപിൽ ഇരുന്ന വ്യക്തിപരമായി എന്നെ ഷോൺ ചെയ്യാൻ ദൈവം എനിക്കിടയാക്കി. ആ ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾ, ചില വ്യക്തികൾ പരസ്പര ബന്ധമില്ലാത്തത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെ തോന്നുമ്പോൾ തന്നെ തികച്ചും റിലവൻ്റ് ആയിട്ടുള്ള, തികച്ചും പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണല്ലോ അതെന്ന് നിസ്സാരമെങ്കിലും നാം ചെറുതെന്ന് എണ്ണുന്നെങ്കിലും എനിക്ക് തോന്നി. ഈ ഗസയ്ക്കുള്ള വഴിയിൽ ഒരാളെ രഥം ഓടിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ എത്യോപ്യ മന്ത്രി യെരൂശലേമിൽ വന്നിട്ട് എത്യോപ്യയിലേക്ക് മടങ്ങുമ്പോൾ ഒരാൾ തേരിനടുത്തിരുന്നു. ഉറക്കെ അദ്ദേഹം വായിക്കുന്ന കേട്ടു. അപ്പോസ്തലരുടെ പ്രവൃത്തി 8-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടേ ദൈവാത്മാവാണ് ഫിലിപ്പോസിനെ പറഞ്ഞയച്ചത്. അപ്പോൾ അവൻ ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? രാവിലെ അന്തരാത്മാവിൽ പൊങ്ങുന്നപ്പോൾ ഞാൻ തന്നെ ആശ്രയിച്ചു പോയി. കാരണം നാം പറയുന്നത് ഒത്തിരി പറഞ്ഞല്ലോ, ദൈവാന്തരന്ന് പ്രചണ്ഡമായ പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ആഴമായ കാര്യങ്ങൾ, അഗാധമായ കാര്യങ്ങൾ, വാഗ്ധോരണികൾ, പണ്ഡിതോചിതമായ പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്. ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കേൾക്കുന്നത് നാം ഗ്രഹിക്കുന്നുണ്ടോ? എന്നെക്കുറിച്ച് പല സഹോദരങ്ങളും പറയുന്ന ഒരു പരാതിയുണ്ട്. ഇയാൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയാറുണ്ട്. ഒരിക്കൽ ഒരു യുവാവിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ, വർഷങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടവനാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, ഈ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ ഉടനെ പറഞ്ഞു മറുപടി, പക്ഷേ നിങ്ങൾ ബൈബിളിലോട്ട് ഇങ്ങോട്ടത്തോട്ടും വലത്തോട്ടും മാറില്ല. ഒരു വാക്യം വായിച്ചാൽ അതിന് പോൽ ബലമായി ബൈബിളിൽ തന്നെ നിൽക്കും. എന്നാൽ ഇന്ന് ഞങ്ങൾ വേറെ യോഗത്തിന് പോയി, അവിടെ ഒരു വാക്യം വായിച്ചു, പിന്നെ മുഴുവൻ സമയവും അദ്ദേഹം മറ്റു പല കാര്യങ്ങളുമായിരുന്നു പറഞ്ഞു വരുന്നത്. അത് വളരെ രസകരമായി തോന്നി എന്ന് അവൻ പറയുകയുണ്ടായി.
ഞാൻ അല്പം അപ്പോൾ അതിശയിച്ചു. ഇതാണ് സ്ഥിതി. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നതോ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നേ അവൻ മഹാനും എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയുമായിരുന്നല്ലോ. അവളുടെ എത്യോപ്യ രാജ്ഞിയുടെ പണ്ണാരത്തിന് അധിപനാണ്. തീർത്ഥത്തിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്തിരുന്നുകൊണ്ട് യശയ്യാപ്രവചനം വായിച്ചു. 53-ാം അധ്യായമാണല്ലോ വായിച്ചത്. അപ്പോൾ അത് വായിച്ചിട്ട് അവന് മനസ്സിലായില്ല. പരിശുദ്ധാത്മാവാണ് അവൻ്റെ അല്പദാഹം മനസ്സിലാക്കി ഫിലിപ്പോസിനെ ഇങ്ങോട്ട് അയച്ചത്. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഇല്ല. അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഫിലിപ്പോസിനെ രഥത്തിൽ കയറ്റി ദൈവം വിഭജിച്ചു. സുവിശേഷം യേശുവിനെ കുറിച്ചുള്ള പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവൻ സ്നാനപ്പെട്ട് അത് മാത്രമല്ല, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്നും അവനാണ് എത്യോപ്യയിൽ സുവിശേഷം പ്രചരിക്കാൻ കാരണമെന്നും നമുക്ക് ഊഹിക്കാമെന്നല്ല, അതാണ് സത്യവും. അവൻ തൻ്റെ നാട്ടിൽ ചെന്ന് താൻ പ്രാപിച്ച സന്തോഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും എത്യോപ്യർ യേശുവിനെ കണ്ടെത്തുകയും ചെയ്തു. ഒരു ക്രൈസ്തവ രാജ്യമായി അത് മാറുവാൻ കാരണവും അതായിരുന്നു. അപ്പോൾ നാം ഒത്തിരി കേൾക്കുന്നു, അതിൻ്റെ 10% നാം ഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം എന്നെ ആഴ്ത്തി തൊട്ടു. നമ്മുടെ കയ്യിൽ ഇന്ന് വേദപുസ്തകത്തിൻ്റെ പ്രതികൾ സുലഭമായിട്ടുണ്ട്. ഒരു 19 വർഷം മുൻപ് അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ വീട്ടിലും 5, 6, 10 കോപ്പികൾ വരെ ബൈബിൾ വിശ്വാസികളുടെ കയ്യിൽ, മലയാളി വിശ്വാസികളുടെ കയ്യിൽ സ്റ്റോക്കായി. പക്ഷേ വായിക്കുന്നോ ഗ്രഹിക്കുന്നോ വലിയൊരു പ്രശ്നമാണ്. ആ എത്യോപ്യ ഷണ്ണനോട് ഈ ചോദ്യം ചോദിച്ച ഫിലിപ്പോസെങ്കിലും അവനെ വാസ്തവത്തിലാണ് ചോദിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇതേപോലെ ദൈവാത്മാവ് നമ്മോട് ചോദിച്ചാൽ അതേപോലൊരു ചോദ്യം വേറെ പുസ്തകത്തിൽ ഞാൻ കണ്ടത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. ലാസറിനെ ഉയർപ്പിക്കുവാൻ ബഥാനിയിൽ വന്ന യേശുവിനോട് മാർത്ത സംസാരിക്കണം. അവളോട് വിശ്വാസ പ്രഖ്യാപനം ഒത്തിരി പറയുന്നു. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് പറയുമ്പോൾ കർത്താവായ യേശുവോട് ചോദിച്ചു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ജീവിച്ചതിൽ വിശ്വസിക്കാൻ ഒരിക്കലും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നോ? അപ്പോഴും അവൾ പറഞ്ഞു, കർത്താവെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവൾ പറഞ്ഞതെല്ലാം ബുദ്ധിന്നാണ്. കാരണം കുറച്ച് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് കല്ലറയുടെ അടുത്ത് ചെന്ന് കല്ല് മാറ്റാൻ യേശു പറഞ്ഞതിനെ അവൾ തടയിട്ടു. കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ചു. അവിടെ വിശ്വാസ പ്രഖ്യാപനം ആവർത്തിച്ച് പറഞ്ഞു, ഇത് നീ വിശ്വസിക്കുന്നോ? ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. നീ വിശ്വസിക്കുന്നോ? ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ പറച്ചിൽ എന്താ അർത്ഥം? വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ല, 1. 2, വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, വിശ്വസിക്കുന്നില്ല. കർത്താവ് ആൾ രൂപത്തിൽ അവിടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ അവൾ വിശ്വസിക്കുന്നു പറയുന്നു, അതേ സമയത്ത് അവൾക്കത് വിശ്വാസമില്ല. അപ്പോൾ വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ വലിയ 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 അർത്ഥമൊന്നും പലർക്കും ഇല്ല എന്നർത്ഥം. വേറൊരു സംഭവം ഞാൻ ഓർപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അപ്പോസ്തലന്മാർ ചെന്ന് യേശുവിനോട് ചോദിച്ചു. ഉടനെ ആട്ടെ, ഞാൻ പരിഗണിക്കാം, അത് ഞാൻ കൂട്ടാം എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ കർത്താവ് പറഞ്ഞേ. അല്ലെങ്കിൽ കടുകുമണിയോളം ഇന്ന് നമുക്ക് എല്ലാത്തിനും ഒത്തിരി വ്യാഖ്യാനമാണല്ലോ. അതുകൊണ്ട് ചില വ്യാഖ്യാനിച്ച്
കടുമണി എന്ന് പറഞ്ഞാൽ ചെറിയ പൂർണ്ണമായ വിശ്വാസം എന്നൊക്കെ ആക്കുന്നുണ്ട്. കർത്താവ് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ സംഭവിക്കും. അപ്പൊ അവർക്ക് എന്തുണ്ടെന്ന് ഒന്ന് വർദ്ധിപ്പിക്കണമെങ്കിൽ ഉണ്ടായിരിക്കണമല്ലോ. ഉള്ളതിനെയല്ലേ വർദ്ധിപ്പിക്കുള്ളൂ, ഇല്ലാത്തതിനല്ലേ വർദ്ധിപ്പിക്കുന്നേ. അപ്പോ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന യേശുവിനോട് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് കടിമണികളല്ലെങ്കിൽ എങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്നാ കർത്താവ് പറഞ്ഞേ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഉള്ള അവസ്ഥ കർത്താവിന് അറിയാം. നാം ഇന്ന് വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വൻ കാര്യങ്ങൾ, കടിച്ചാൽ പൊട്ടാത്ത പ്രഖ്യാപനങ്ങൾ നാം നടത്തും. ഓരോ സ്റ്റേജിൽ നിന്ന് മുഴങ്ങുന്ന കേട്ടാൽ, ഓരോരുത്തരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ കേട്ടാൽ അയ്യോ ചെവി പൊട്ടിപ്പോ, അതുപോലെ പറയുന്നേ. പക്ഷേ പ്രായോഗിക ജീവിതത്തിലോ, യാക്കോബ് 2-ാം അധ്യായത്തില് കർത്തദാസൻ പറഞ്ഞായിരുന്നു, എത്ര മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതെന്ന് നീ അറിയുന്നോ, അല്ലെങ്കിൽ നിർജീവമെന്ന് അറിയുന്നോ? ആ 20-ാം വാക്യം 2-ാം അധ്യായത്തിന്റെ 20 2-ന്റെ അതിന് 20 വരെ മുകളിലും താഴെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കാപട്യമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ല. ഇതാണ് സത്യം. യേശുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോഴും പ്രായോഗിക രംഗത്ത് വരുമ്പോ അവിശ്വാസം കാണുന്നില്ല. എബ്രായലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായകൊണ്ട്, അല്ലെങ്കിൽ കേട്ടു അത് വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇന്നും ഇങ്ങനെയല്ലേ? ധാരാളം കേൾക്കുന്നു, പക്ഷേ കേട്ട വചനം ഉപകാരമായി വരാതെ വല്ലപ്പോഴും ഒഴുകിപ്പോകുന്ന, അല്ലെങ്കിൽ ഒഴുക്കി കളയുന്ന, വ്യർത്ഥമാക്കി കളയുന്ന അവസ്ഥയല്ലേ ഇന്നും ഉള്ളത്. വലിയ പ്രകടനങ്ങൾ നമുക്കുണ്ട്, വലിയ അഭിനയങ്ങൾ നമുക്കുണ്ട്, വലിയ പ്രസംഗങ്ങൾ നമുക്കുണ്ട്, വൻ അവകാശവാദങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണിതെല്ലാം? അല്ലെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും യോജിക്കുന്നോ? കേട്ടത് നമുക്ക് വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ കേട്ട വചനം ഉപകാരമാകുന്നില്ല. നാം വായിക്കുന്നു. മാത്രമല്ല, ഈ പ്രസംഗിക്കുന്ന ഞാനും എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായില്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല, എനിക്ക് ശിക്ഷാവിധിയെ കാരണമാകുന്നുള്ളൂ. എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വലിയ അവകാശവാദങ്ങളുണ്ട്, കടിച്ചാൽ പൊട്ടാത്ത വിശദീകരണമുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മിലുണ്ടോ? നാം വിശ്വാസികൾ എന്ന് പറയുന്നു, ദൈവമക്കൾ എന്ന് പറയുന്നു, എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറയുന്നു, വീണ്ടും ജനിച്ചവരെന്ന് പറയുന്നു. പക്ഷേ ഈ പറച്ചിൽ കൊണ്ട് നമുക്ക് തന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ? കർത്താവ് ഒരിക്കൽ പരീശന്മാരെ കുറിച്ച് പറഞ്ഞ പോലല്ലേ നമുക്കും ഒരുത്തിനെ മഹത്വത്തിൽ ചേർക്കാൻ കടലും കരയും താണ്ടി നടക്കുന്നു. ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ഇന്ന് കാണുന്ന പ്രവണത എന്താ? ഇന്ന് കാണുന്ന അവസ്ഥ എന്താ? അതിനെക്കുറിച്ച് ഒരു കുണ്ഠിതോ ഒരു നൊമ്പലോ ഒരു വ്യക്തിക്കുമില്ലല്ലോ.
ഇവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലാതെ. ഇവിടെ പേര്, പ്രശസ്തി, അംഗീകാരം, ധനം, സുഖം, സുഖലോലുപത ഇതൊക്കെ വർദ്ധിപ്പിക്കാനല്ലാതെ നിത്യരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേടുവാൻ നമുക്ക് കഴിയുന്നോ? ഇന്നത്തെ പ്രസംഗരും എല്ലാവരും ഞാൻ പറയുന്ന ന്യൂനപക്ഷമുണ്ട്. എല്ലാവരും അങ്ങനെയല്ല എങ്കിലും ജനറൽ പൊതുവിൽ നാം കാണുന്നതാണല്ലോ. പ്രസംഗരും പ്രവചനക്കാരും എല്ലാം ഏത് രംഗത്ത് നോക്കിയാലും എല്ലാം കാശടിക്കാനുള്ള മാർഗമായിട്ടല്ലേ ഇതിനെ കണ്ടിരിക്കുന്നത്. പറയുന്നവർക്ക് പറയുന്നതിൽ തന്നെ വിശ്വാസമില്ല. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ കാണിക്കുന്നത് കാപട്യമാണ്. രക്ഷിക്കപ്പെട്ടു നാം എല്ലാവരും പറയും. ആ വാക്കിൻ്റെ അർത്ഥം പോലും നാം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ പഠിച്ചിരിക്കുന്നത് രക്ഷ എന്ന വാക്കിന് മൂലഭാഷയിൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ദൈവിക രോഗശാന്തി, ജീവിതത്തിന്റെ ഭദ്രത എന്നും കൂടെ കാണാം. വാക്കിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ടോ? ദൈവിക രോഗശാന്തി അനുഭവിക്കുന്നുണ്ടോ? അത് ഇന്ന് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നേ. കാരണം ഒരു 100 വർഷം മുൻപായിരുന്നെങ്കിൽ, പോട്ടെ ഒരു 10-70 വർഷം മുൻപായിരുന്നെങ്കിൽ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് രോഗം വന്നാൽ കുത്തിയിരുന്ന് നിലവിളിക്കേ മാർഗമുള്ളൂ. എന്നാൽ ഇന്ന് ഈ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും അതിന് ചെലവാക്കാൻ പണം ഉള്ളതുകൊണ്ടും നാം അതിൻ്റെ പുറകെ പോകുന്നു. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ ദൈവാശയം അവിടെ വെളിപ്പെടുന്നില്ല. സത്യമാണ് സത്യം. എല്ലാ രംഗത്തും ഭൗതികമായതിൽ ആഴ്ന്ന് പിശാച് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് തന്നെ ആകർഷിച്ച് നമ്മെ താഴ്ത്തി നമ്മെ കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ദൈവശക്തി അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നോ? ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നുവോ? ദൈവം വേണ്ട രീതിയിൽ രൂപാന്തരം നമ്മൾ വരുന്നുവോ? പരിവർത്തനം നമ്മൾ ഉണ്ടാകുന്നോ? ഞാൻ എന്നെക്കുറിച്ച് ചേർത്താ പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ വളരെ വളരെ ദൈവാത്മാവും മണിക്കൂറുകൾ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചാണ്. നാം എല്ലാം സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരെയും പരീശന്മാരെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കത്തില്ല. അന്നത്തെ കാലത്ത് ഉത്തമ മനുഷ്യരായിരുന്നല്ലോ പരീശന്മാർ. ഒരു കുറ്റവും അവരെ കുറിച്ച് പറയാനില്ല. ആത്ത ഒരു കാര്യത്തിലും അവർ ഇടപെടത്തില്ല. അവർ ഉപവസിക്കുന്നവരാണ്. കിട്ടുന്നതിലെല്ലാം ദൈവത്തെ മാനിച്ച് പണം കൊടുക്കുന്നവരാണ് അവർ. അല്ലെങ്കിൽ ന്യായപ്രമാണം കർശനമായി ജീവിതത്തിൽ പാർത്തിയവരാണ്. ആകാത്ത ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല. പിന്നെ ഇവിടെ കുഴപ്പം അവരുടെ നീതിയുടെ തകരാറെന്നാണ്. പൗലോസ് പറയുന്നു, ന്യായപ്രമാണ പ്രകാരം കുറ്റമറ്റവൻ. ഫിലിപ്പിയരിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ എന്താണ് അവരുടെ കുഴപ്പം? ഒന്നുകൂടി ഞാൻ പറയുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് ഫിലിപ്പിയരിലെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും തൊടാത്ത ചെയ്യാത്ത ന്യായപ്രമാണം കർശനമായി പാലിക്കുന്ന, അവർക്ക് കിട്ടിയ വെളിച്ചമനുസരിച്ച് ജീവിക്കുന്നവർ. പക്ഷേ കർത്താവോട് പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരെയും പരീശന്മാരെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒക്കത്തില്ല. എന്താണ്? അവർക്കെല്ലാം ബാഹ്യമേ ഉള്ളൂ, ആന്തരികമായി ഒന്നുമില്ല. അല്ലെങ്കിൽ പുറമേക്ക് എല്ലാം മറ്റുള്ളവർ കാണാൻ. മത്തായി 23-ാം അധ്യായത്തിൽ കർത്താവ് സവിസ്തരമായി പറഞ്ഞല്ലോ. മുൻപ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതാണ്. കിണ്ണികിണ്ണങ്ങളുടെ പുറം കഴിയുന്ന പോലെ പിതാക്കന്മാരുടെ ശവക്കല്ലറകളെ
അവർ പുറം മിനുക്കുന്ന പോലെ ഉള്ളൂ, അകത്തൊന്നുമില്ല. ആന്തരികമായി ഒരു മാറ്റവുമില്ല, ഒരു പ്രത്യാശയുമില്ല, ഒരു ലക്ഷ്യബോധവുമില്ല. എല്ലാം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ. ഇന്ന് നാം കാണുന്നതല്ലേ, എവിടെ നോക്കിയാലും ഏത് പ്രസംഗം നോക്കിയാലും ബാഹ്യമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ലോകത്തിലെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്താൻ കിട്ടുന്നില്ലല്ലോ. എല്ലാം ഇവിടുള്ളത് എല്ലാ പ്രസംഗരും. അതിനു വേണ്ടി ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പല യോഗങ്ങൾക്കും പോയിരുന്ന് കണ്ട് ദുഃഖിച്ചു. കാരണം ലൈവ് ടെലികാസ്റ്റ് പോകുന്നുണ്ട് ചില പ്രസംഗങ്ങൾ. അവിടെ ചെന്നിരിക്കേണ്ട ഗതികേട് എനിക്കുണ്ടായി. വാസ്തവത്തിൽ എന്താ പറയുന്നതെന്ന് പറയുന്നയാളും അറിയത്തില്ല, കേട്ട് ഒരു ഉന്മാദാവസ്ഥയിൽ. കാരണം കുറെ ചില കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞ് കുറെ ഓട്ടവും ചാട്ടവും കഴിഞ്ഞു, പിന്നെ ഒരു പാട്ടങ്ങോട്ട് പാടി വാദ്യോപകരണങ്ങളെല്ലാം അടിച്ച് പെരുപ്പിച്ച് ആളുകളെ ഒരു ഉന്മാദാവസ്ഥയിലാക്കും. ഇതാണ് ഉണർവെന്ന് അവർ ധരിച്ച് വശാകുന്നു. ഇതാണ് ശരിയെന്ന് അവർ ധരിച്ച് വശാകുന്നു. കുറെ കഴിയുമ്പോൾ കാറ്റുപോയതുപോലെ. അല്ലെങ്കിൽ പുറമേയുള്ള സന്തോഷം, ബാഹ്യ സന്തോഷം, അതൊക്കെ കാണുമ്പോഴേക്ക് അയ്യോ അന്ന് ദൈവദാസന് എന്ത് പ്രയോജനപ്പെടുന്നു എന്നൊരു പോഴ്ത്തല്. പക്ഷേ അകത്തെ മനുഷ്യൻ വല്ല മാറ്റം കൊണ്ടോ, ആത്മാവിന്റെ ദാഹത്തിന് ശമനമുണ്ടോ, സ്വർഗ സന്തോഷത്തിന് വ്യാപാരമുണ്ടോ? നാം ശാന്തമായി ചിന്തിക്കണം. അപ്പോ പരീശന്മാരെ ശാസ്ത്രന്മാരെ നീതിയെ കവിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കപടമായ ജീവിത രീതി അനുസരിച്ച് പോകുന്നെങ്കിൽ, മറ്റു വാക്കിൽ പറഞ്ഞ വാക്കൊന്നും പ്രവൃത്തി വേറൊന്നുമായിരുന്നാൽ നിങ്ങൾ അങ്ങോട്ട് കിടക്കില്ലെന്നാ കർത്താവ് പറഞ്ഞു. എൻ്റെ വാക്കല്ലേ ഈ കർത്താവ് ഈശോന്റെ സ്വന്തം വാക്കാണ്. മാത്രമല്ല മത്തായി 7-21 വാക്യത്തിൽ കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞവൻ ഏവരുമല്ല. രാപ്പകൽ കുത്തിയിരുന്ന് കർത്താവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലോ. അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന അവരാരോ അവരെ അങ്ങോട്ട് കിടക്കത്തുള്ളൂ. ഇത് ജനത്തെ പഠിപ്പിക്കാൻ നാം ശ്രമിക്കുന്നില്ലല്ലോ. നാം ദൈവമക്കളെന്ന ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം പറഞ്ഞ് നമ്മെ ഉറപ്പിക്കുന്ന അനുഭവം ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഇന്നെങ്കിലും കേൾക്കുന്നില്ലല്ലോ. അതവർക്ക് അനുഭവമാകുന്നില്ലല്ലോ. ശരിയായ മനസാന്തരവും ശരിയായ വീണ്ടും നടക്കണമെന്ന് നാം പഠിപ്പിക്കുന്നില്ലല്ലോ. ദുഃഖകരമല്ലേ കാര്യം. അപ്പോ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാലല്ല, ദൈവ ഇഷ്ടം ചെയ്യുക. മറ്റു വാക്കിൽ പറഞ്ഞ പ്രായോഗിക ജീവിതം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഴഞ്ചൊല്ലുള്ളത് ഞാൻ അടിക്കടി പറയാറുണ്ട്, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും എന്നിൽ തരിമ്പും കർത്താവിലുള്ള ആശ്രയവും ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം? ഹൈ സൗണ്ടിങ് വേർഡ്സ്. വിശുദ്ധിയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുകയും ഉള്ളിത്തൊലി പോലെ വിശുദ്ധി ഇല്ലാതിരിക്കുകയും ചെയ്താൽ എൻ്റെ പ്രസംഗം കൊണ്ട് എന്ത് പ്രയോജനം? മാത്രമല്ല മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞാണ്. 12-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. നാം ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നു, അതോ രണ്ടും രണ്ടാണോ? എങ്കിൽ നാം കാപട്യമാണ് കാണിക്കുന്നത്. ആദ്യം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ നീതി
ശാസ്ത്രന്മാരെയും പരീശന്മാരെയും നീതിയൊക്കെ ഇല്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കത്തില്ല. മറ്റു വാക്കിൽ പറഞ്ഞാൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല, ആന്തരികമായ രൂപാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, അതാണ് വേണ്ടത് എന്ന് കർത്താവ് പറയുന്നു. ആന്തരികമായി ആന്തരികമായ രൂപാന്തരമില്ലാതെ, ആന്തരികമായി പരിവർത്തനമില്ലാതെ, ആന്തരികമായി മാറ്റമില്ലാതെ, അകത്തുള്ള ഭിക്ഷ കൊടുക്കാതെ പുറമേക്ക് എന്ത് കാണിച്ചാലും ദൈവം അംഗീകരിക്കുന്നില്ല. അടുത്ത കർത്താവ് പറഞ്ഞ വായിച്ച 7-ാം അധ്യായത്തിൽ, മത്തായി 7-ാം അധ്യായത്തിൽ, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നത് ഏവനുമല്ല, ചെറുവനായാലും വലിയവനായാലും, പൂർണ്ണ മറക്കുന്നവനായാലും, അത്ഭുതം പ്രവർത്തിക്കുന്നവനായാലും, വീര്യപ്രവൃത്തി ചെയ്യുന്നവനായാലും, വചിക്കുന്നവനായാലും കർത്താവിന് നാം കൊടുത്തൊരു കാര്യമില്ല. സ്വർഗസ്ഥായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. ലാഭവും നഷ്ടവും നോക്കാതെ, ലോകത്തിന്റെ പേര് നോക്കാതെ ദൈവത്തെ അനുസരിക്കുക. ഇതിലല്ലേ ദൈവം പ്രസാദിക്കുന്നത്. അവനെ അവിടെ കടക്കുള്ളൂ. നമ്മൾ എല്ലാവരും സൗജന്യമായി അക്കരെ കടത്താൻ വളരെ പരിശ്രമിക്കുന്നു. പക്ഷേ ഈ കർത്താവ് ഉടയവൻ പറഞ്ഞത് ഇങ്ങനെ, കർത്താവ് പറഞ്ഞത് മറ്റല്ല. അടുത്താണ് ഞാൻ വായിച്ചത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. നോക്കണം, എല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇടുക്കുവാതിൽ കിടക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞായിരുന്നല്ലോ. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക. മറ്റു വാക്കിൽ പറഞ്ഞാൽ ശിശുക്കളുടെ നിർമ്മലത, ശിശുക്കളുടെ നിഷ്കളങ്കത, ശിശുക്കളുടെ പരമാർത്ഥത, ശിശുക്കളുടെ താഴ്മ, ശിശുക്കളുടെ ആശ്രയത്വം, ഇതൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്കുന്നില്ല. നമ്മൾ പ്രയത്നിക്കുന്നതെല്ലാം വ്യർത്ഥമല്ലേ? നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 3:3 പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. 3-ാം വാക്യം 5-ാം വാക്യത്തിൽ, യോഹന്നാൻ 3:3 വാക്യമാണ് ഞാൻ പറഞ്ഞത്. 5-ാം വാക്യത്തിൽ കർത്താവ് തെളിച്ചു പറഞ്ഞു. അവന് സംശയമുണ്ടായപ്പോൾ കർത്താവ് തെളിച്ചു പറഞ്ഞു കൊടുത്തു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ആദ്യം കാണുവാൻ കഴിയത്തുള്ളൂ പറഞ്ഞു, രണ്ടാമത് കടക്കുകയില്ല. എല്ലാവരും ഇന്ന് പറഞ്ഞ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, രക്ഷാനിർണയമില്ലാതെ, ശരിയായ വീണ്ടും ജനനമില്ലാതെ സ്നാനപ്പെട്ടിട്ട് എന്ത് കാര്യം? വേർപെട്ടവർക്കെല്ലാം, അല്ലെങ്കിൽ ഞങ്ങൾ വേർപെട്ടവരാണെന്ന് പറയുന്ന പറച്ചിലേ ഉള്ളൂ. ഒരു ജീവിതത്തിൽ വേർപാടില്ല. ഒരു പക്ഷേ ഈ പേരിനെ തല്ലി ആക്രമിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇതാ സത്യം. ജീവിതത്തിൽ വേർപാടില്ല. ഇന്ന് വേർപാടുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ പെന്തിക്കോസുകാരും അതുപോലെ മറ്റു വിഭാഗക്കാരും രക്ഷിക്കപ്പെടണമെന്ന് പറയും. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ലേ സാരമില്ല, അവർക്ക് സ്നാനം വേണം. എന്നാ പുതുതായി ജനിക്കുന്ന അനുഭവം അത് എന്തെന്ന് വ്യക്തമായി നിഗമനത്തിലുണ്ട്. അത് തറപ്പിച്ച് പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പോ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും രണ്ടായി മാറിയിരിക്കുക. ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. നാം പറയുന്നത് ചെയ്യുന്നില്ല എങ്കിൽ, നാം പറയുന്നത് പ്രവൃത്തിയിൽ കാണുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം അയ്യോ കഷ്ടം. യാക്കോബ് അതല്ലേ പറഞ്ഞേ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. യാക്കോബിന് വ്യക്തമായിട്ട് പറഞ്ഞു, അത് മനുഷ്യൻ മാത്രമല്ല, പിശാചുക്കളെ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്കാണ് പിശാചിനെ കാണുമ്പോൾ ഉള്ള വിറയൽ. എന്നാ പിശാചിന് ദൈവത്തിന് മുമ്പിൽ, അവൻ്റെ നാമത്തിന് മുമ്പിൽ അവർ വിറയ്ക്കുക. യാക്കോബ് 2:19 ഇങ്ങനെ കാണാം,
ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ അല്ലെങ്കിൽ പോഷനെ, വ്യർത്ഥ മനുഷ്യനെന്ന് പറഞ്ഞാൽ പോഷനെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോ ഇന്നത്തെ കാലത്ത് നാം പറയുന്നതും നമ്മുടെ വാചോടിയും സാക്ഷ്യമായാലും ശരി, എന്തെല്ലാം ആയാലും ശരി, നാം പറയുന്നതും നമ്മുടെ ജീവിതവും രണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു. അല്ലെങ്കിൽ നാം അതിനെല്ലാം ന്യായീകരണം കണ്ടെത്തും. അതിലെങ്ങനെ പറഞ്ഞു, ദാവീദിനെ കൂട്ടുപിടിക്കും, ഷിബ്ജോനെ കൂട്ടുപിടിക്കും. നമ്മുടെ അനുസരണക്കേട് മറയ്ക്കാൻ നാം മറ്റു പലരെയും കൂട്ടുപിടിക്കും. പക്ഷേ അപ്പോഴും രക്ഷകൻ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പരീശന്മാരെ, ശാസ്ത്രന്മാരെ നീതിയെ കവിയുന്ന ആന്തരികമായ നീതി, ആന്തരികമായ അകത്തെ മനുഷ്യർ, അതിനെക്കുറിച്ച് ചിന്തയില്ലല്ലോ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച, അതിനകത്താണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഏതിന്? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തോണം ശക്തിയോടെ ബലപ്പെടണം. ആ ചിന്തയില്ലല്ലോ. പാർശ്വമാർക്കുമില്ല, ജനത്തിനുമില്ല, ദൈവസഭ എന്ന് പറയുന്നവർക്ക് ആർക്കുമില്ല. ദൈവജനമേ, നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടെങ്കിൽ നാം ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. എന്നെക്കൂടെ ചേർത്ത് ഞാൻ പറയുന്നു. ദൈവം ഈ ചിന്തകൾ രാവിലെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ എന്നെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കാൻ എനിക്കിടയായി. ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല, അല്ല വിധേയനെ, പൗലോസ് പറഞ്ഞ പോലെ വലവിധേയനെ ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങിയോ, എന്തിനു വേണ്ടി പുറപ്പെട്ടോ, എനിക്കത് പ്രാപിക്കണം എന്നുള്ള ആശ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടവരാണ്. അപ്പോൾ പുറമേക്ക് പ്രകടനം കാണിക്കുന്നതല്ല, പുറമേക്ക് അഭിനയിക്കുന്നതല്ല, ആന്തരികമായി ഉള്ളായത് അകത്തെ മനുഷ്യരിൽ ശരിയായ രൂപാന്തരം ഉണ്ടായി. കർത്താവിനെ അനുസരിച്ച്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവത്തെ അനുസരിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ശിശുക്കളെ പോലെ സമ്പൂർണമായ പരിവർത്തനമുള്ളവരായി നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങൾ മാറി ദൈവ സ്വഭാവങ്ങൾ പ്രാപിച്ച് ദൈവത്തിന് നിർമ്മലരായി, ദൈവത്തിന് വിശുദ്ധരായി നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീർന്നു മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനും പ്രയോജനമാകും. നമ്മൾ ഇറങ്ങിയത് ഫലപ്രദമാകും. അല്ലെങ്കിൽ സദ്വർത്തമാനം കേട്ട നാം നമ്മൾ വിശ്വാസമായി പരിണമിച്ച് അത് നമ്മൾ ക്രിയ ചെയ്ത് നമ്മെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തു എന്ന തലയോളം എല്ലാത്തിലും വളരാനിടയാക്കി നാട്ടിൽ കൊണ്ട് എത്തിക്കാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇല്ല എങ്കിൽ വലിയ കഷ്ടമാണ്. ഞാൻ വ്യർത്ഥരായി, ഒന്നിനും കൊള്ളാത്തവരായി മാറും. ശാസ്ത്രപരമായി ദൈവം മനസ്സിലുള്ളവനല്ലയോ, ദൈവം കരുണയുള്ളവനല്ലയോ, ദൈവം അങ്ങനല്ലയോ ഇങ്ങനല്ലയോ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം നിന്ന് വഴയ്ക്കാം. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം എന്നാന്ന് ഗ്രഹിച്ചുകൊള്ളൂ എന്ന് ദൈവം എന്ന് പറയുന്നു. കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിച്ച് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് നീതിയുള്ളവരായി, ദൈവിക വിശുദ്ധരായി, ശിശുക്കളെ പോലെ നിർമ്മലരായി, കുറ്റമറ്റവരായി, പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് നിൽക്കാൻ നമുക്ക് യത്നിക്കാം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മെക്കുറിച്ച് കർത്താവിന് പറയാനുള്ളത് നാം ഒത്തിരി വാചകം അടിക്കുന്നതായിട്ടല്ല,
ദൈവവചനത്തിൽ അധിഷ്ഠിതരായി വചനപ്രകാരം അതിനെ അതിര് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൽ നിൽക്കുന്നവരായി കാണുവാൻ, എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകുമേ. അപ്പോൾ ഇന്ന് വല്ലാതെ വാചകം അടിച്ചുകൊണ്ട് നമ്മുടെ നാളുകളെ ചെലവഴിക്കാതെ ജീവിതത്തിൽ അത് പകർത്തി അതുള്ളവരായി വചനത്തിൽ നിലനിന്ന് വചനത്തെ വേണ്ട രീതിയിൽ ഉള്ളിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വചനത്തിൽ അനുസരിതരായി ജീവിക്കാം, കർത്താവിൽ നിറഞ്ഞ് ജീവിക്കാം, ദൈവശക്തിയിൽ ജീവിക്കാം. ഒരു വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാകുന്നു. ഞാൻ അതിനെക്കുറിച്ച് ദൈവരാജ്യം വാചകമടിയല്ല, ദൈവരാജ്യം ശക്തി, ദൈവശക്തി. നാം യഥാർത്ഥമായി ദൈവശക്തിയിലാണോ? അത് ഈ നാളുകൾ പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടത് ആവശ്യം. കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് നീതിമാന്മാരായി, ആന്തരികമായ വിശുദ്ധിയുള്ളവരായി, രൂപാന്തരം വന്നവരായി, ദൈവഇഷ്ടം ചെയ്ത് ശിശുക്കളെ പോലെ രൂപാന്തരപ്പെട്ടവരായി, എല്ലാ വിധത്തിലും രൂപാന്തരപ്പെട്ടവരായി, കർത്താവിൻ്റെ തനിച്ചു വറക്കുന്നവരായി കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അതാ ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും പരസ്പരം യോജിക്കാത്ത അവസ്ഥ ആത്മീയ മണ്ഡലത്തിൽ ധാരാളമുണ്ട്. വ്യാപകമായിട്ട് അതാണ് അതാ പിശാച് തന്ത്രപരമായി ദൈവത്തെ വശീകരിച്ച് വരച്ചിരിക്കുന്ന കാലഘട്ടമാണല്ലോ. കർത്താവെ, നിങ്ങളുടെ വനത്തിൽ നിലനിന്ന് അങ്ങ് പറഞ്ഞ പോലെ ശാസ്ത്രന്മാരെയും മനുഷ്യന്മാരെയും നീതിയല്ല, അതിനെ കവിയുന്ന ദൈവനീതിയുള്ളവരായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന, അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി, ശരിയായ ഒരു പരിവർത്തനം സംഭവിച്ചവരായി, യഥാർത്ഥമായി വീണ്ടുജനമുള്ളവരായി, ദൈവദേശം നിറഞ്ഞവരായി, ദൈവകൃപയിൽ പറയുന്നത് പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും രണ്ടാകരുതേ. വാചകം അടിച്ച് ഞങ്ങളുടെ ആയുസ് പാഴാക്കാതെ അതാ വചനത്തിൽ നിലനിൽക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.